ഹലോ, ഞാനിന്ന് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലോ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്ന്. ഞാനിന്ന് എൻ്റേതായ സ്റ്റൈലിലൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ കഴുകി വെച്ച ചിക്കന് മുളകും ഉപ്പ് പിന്നെ ബിരിയാണി മസാലയും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബിരിയാണിൻ്റെ അരി തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ ബിരിയാണി വെക്കുന്ന പാത്രത്തിൽ ആ ചിക്കൻ ഇട്ടുകൊണ്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ ബിരിയാണിക്ക് ആവശ്യമായ വലിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി തൊലിച്ച് വെച്ചിരിക്കണ്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളിക്ക് ചെറിയൊരു കേടുണ്ട് ഒരു സൈഡിൽ, അത് ഞാൻ കട്ട് ചെയ്ത് കളയും. അപ്പം ഇതൊക്കെ അവിടെ മാറ്റി വെച്ചങ്ങാണ്ട് ഞാൻ എന്താ ചിക്കൻ ഇങ്ങനെ ഒരു 3/4 ഭാഗം വേവ് ആകുവോളം നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ മറ്റൊരു അടുപ്പിലൊരു ചട്ടി വെച്ചു. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഞാനിവിടെ ഒരു 2-3 സ്പൂണൊക്കെ നെയ്യ് എടുക്കുന്നുള്ളൂ, അധികം എടുക്കണില്ല. ഇതിലേറെ കുറച്ചുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കട്ടെ. ഞാൻ പിന്നെ കൂടുതൽ അങ്ങനെ ചോറിൽ നെയ്യ് വേണമെന്ന് കരുതണില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. ആവശ്യത്തിന് മതിയല്ലോ. അപ്പോൾ ഞാൻ 3 സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ചെറുതായി ഇങ്ങനെ സ്ലൈസ് ചെയ്തേണ്ട അറിയില്ല നമ്മൾ, അങ്ങനെ അരിഞ്ഞത് ഇടാനാണ് കേട്ടോ ഈ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ വെല്ലുള്ളി അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽക്കത അണ്ടിപ്പരിപ്പ്, മുന്തിരി റെഡിയാക്കിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് രണ്ടും ആ നെയ്യ്ക്കുള്ളതാണ്. അപ്പോൾ ഞാൻ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ വെല്ലുള്ളി അതിലേക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാനാണ് കേട്ടോ. ഇങ്ങനെ വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഈ ബ്രൗൺ കളറായി വന്നപ്പോൾ ഞാൻ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി നല്ല കേക്ക് വൃത്തിയാക്കിയത് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതും നല്ലപോലെ ഇങ്ങനെ മുന്തിരിയൊക്കെ ഇങ്ങനെ പൊന്തി ബോള് പോലെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഞാനിട്ട് അതിൽ നിന്ന് കോരി എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. മാറ്റി വെച്ച ആ നെയ്യും നമുക്ക് ആവശ്യമുണ്ട്. ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളില്ലേ അത് പൊരിച്ചത് ഞാൻ അതിന് മാറ്റി വേറെ വെക്കുകയാണ്, സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, കാണാൻ നല്ല ടേസ്റ്റ് ആയിക്കാറട്ടത്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ കഴിക്കാൻ. ചിക്കൻ 3/4 വേവായപ്പോൾ ഞാൻ ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ആ ചട്ടിയിലേക്ക് ആ എണ്ണയിലേക്ക് ഞാൻ ഉള്ളിയിട്ട് വാട്ടിയെടുക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണിത് വാട്ടിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി തൊലിച്ച് നന്നാക്കി വെച്ചതില്ലേ അത് മിക്സിയിലിട്ട് നല്ല പോലെ ചതച്ചെടുക്കാം. 2, 3, 4 പച്ചമുളക്, ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തേക്കുന്നത് കേട്ടോ. എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, നിങ്ങൾ ചിക്കൻ എത്ര വെച്ചാൽ അതിനനുസരിച്ച് ആവശ്യമുള്ള പച്ചമുളക് കൊടുത്തിട്ട് നല്ലപോലെ ചതച്ചിട്ട് ഉള്ളി വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വാടിയിട്ട് ഈ ചതച്ച് വെച്ചത് ഇട്ടുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതിങ്ങനെ കുറച്ച് വഴറ്റി വരുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. അത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വഴറ്റി വരുമ്പോൾ ബിരിയാണിയിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഒരു 1-1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ബിരിയാണി മസാല കേട്ടോ. ഞാൻ അതിനെ കടയിൽ വാങ്ങിയിട്ട് അങ്ങനെ പൊടിച്ച ബിരിയാണി മസാലയാണ്. അതും കുറച്ച് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അളവൊന്നും നോക്കൂല, പാത്രത്തിൽ നിന്ന് ഇറങ്ങാൻ തട്ടിക്കൊടുക്കലാണ് കേട്ടോ. സ്പൂൺ ഉള്ളത് മാത്രമേ ഞാൻ സ്പൂണിൻ്റെ അളവ് നോക്കലുള്ളൂ, അല്ലാത്ത ഇങ്ങനെ തട്ടിക്കൊടുക്കും. ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഇടലാണ്. എന്നിട്ട് ഇതാ നല്ല പോലെ അതൊക്കെ മിക്സാക്കി യോജിപ്പിക്കട്ടോ. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില കൊടുത്ത് വന്നത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ കഴുകണം കേട്ടോ. കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബാക്കിൽ ഉള്ള വേരുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് കഴുകാൻ. നല്ല കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതും വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച്
തൈരും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ കയ്യിൽ തൈരല്ലേ വെച്ചാൽ ആ തൈര് ചേർത്ത് കൊടുക്കുക. നാരങ്ങ വേണ്ടവർക്ക് നാരങ്ങ ഒരു ചെറിയൊരു മുറി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പം അത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തൈര് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, നാരങ്ങ ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തേക്കും മിക്സാക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങളില്ലേ അത് അതിലേക്കിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കട്ടോ. നല്ല ഇളക്കി ഇതുപോലെ യോജിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിടണം കേട്ടോ. നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ചോറില്ലേ അതിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഈ ബിരിയാണി മസാലപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്യില്ലേ, നെയ്യ് അതിന് അണ്ടിപ്പരിപ്പ് മുന്തിരി കോരി വെച്ച ആ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മല്ലിയില മാത്രം അരിഞ്ഞത് ഇട്ടോ, പുതിന വേണ്ട, അത് മാത്രം ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വാട്ടിയതില്ലേ അതും കൂടി മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ ചോറ് ഇടുന്നത്. ഒരു ലെയർ ഇങ്ങനെ ഇട്ടോ, ഇനി ഒരു ലെയറും കൂടിയാണ് ഇടുന്നത് കേട്ടോ. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ആക്കാം, 3 ആക്കട്ടോ. എനിക്കിപ്പോൾ 2 ലെയറിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെയും ഞാൻ അതിൻ്റെ മുകളിൽ ഇതേപോലെ ചോറിട്ടിട്ട് ബാക്കിയുള്ള ചോറ് ഫുള്ള് ഇട്ടു കേട്ടോ. ഇട്ടുങ്ങാണ്ട് പിന്നെ ബിരിയാണി മസാല ഇട്ടെടുത്തു. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നെയ്യ് നമുക്ക് അത് ചട്ടിയിൽ കുറച്ചുകൂടി നെയ്യ് ഉണ്ടാവും, അപ്പോൾ കുറച്ചുകൂടി ചോറിട്ടിട്ട് ആ നെയ്യ് അയക്കണം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ചട്ടിയുടെ ഫുൾ അയക്കണം പോരും. അതേപോലെ ബാക്കിയുള്ള മല്ലിയിലയും കൂടി ഇട്ടെടുത്തു. പിന്നെ ബാക്കി വന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിലേക്ക് ഇട്ടെടുത്തു. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ചോറ് കഴിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ട് വെച്ചിട്ട് ഞാനത് അടച്ച് ദമ്മിട്ടെടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ബിരിയാണി നല്ലപോലെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് കുറച്ച് നേരത്തിന് ശേഷം ഞാനത് വേറെ പാത്രത്തിലേക്ക് അതിൻ്റെ മുകളിലെ ചോറ് ഫുള്ള് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് അടിയിലുള്ള ചിക്കന് ഫുള്ള് മിക്സാക്കി കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ബിരിയാണിയിലെ ചിക്കന്. ചോറ് മുഴുവനും അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റിയതാണ് കേട്ടോ. ആ ചോറാണിത്. അപ്പോൾ ആ ചോറ് നല്ല പോലെ ഇളക്കി കൊടുക്കട്ടോ. ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും കണ്ടിട്ട് തന്നെ ടേസ്റ്റ് ഉണ്ട് തോന്നുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബിരിയാണീൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി ഞാൻ കഴിക്കാൻ പ്ലേറ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ കഴിക്കാനുള്ള പ്ലേറ്റ് എടുത്തേക്കണം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ പ്ലേറ്റ്. ഞാൻ സ്റ്റീൽ പ്ലേറ്റിലാണ് അധികം കഴിക്കൽ. അപ്പോൾ അതിലേക്ക് വിളമ്പാണ് കേട്ടോ ചോറ്. അപ്പോൾ ചോറ് വിളമ്പിയപ്പോൾ ആ ചോറിലൊരു കോഴി കഷ്ണം ചിക്കൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ മാറ്റി വെച്ചിട്ടോ. അത് മുകളിൽ നിന്ന് ചോറെടുത്തപ്പോൾ പെട്ടതാണ് തോന്നണം. അപ്പം അതും അതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി വാട്ടി വെച്ചതില്ലേ അത് കുറച്ച് ഭംഗിക്ക് ഇട്ട് കൊടുത്തു. നല്ല ഭംഗിയില്ല കാണാൻ, ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്തായാലും ബിരിയാണി അല്ലേ, എങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിലേക്ക് എനിക്ക് കഴിക്കാനുള്ള ചിക്കനും ഇട്ടു. ഇതാണ് കേട്ടോ എൻ്റെ ചോറിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് തൈര് ഇടാൻ മറന്നേക്കണം കേട്ടോ. സൈഡിൽ തൈര് സാലഡ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഉള്ളിലേക്ക് അരിഞ്ഞിട്ടില്ല തൈര് സാലഡ് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ട് കാട്ടിത്തരാം. ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, ബായ്.